പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഗോഡ് ഈസ് ഓൾമൈറ്റി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവ സാക്ഷ്യമാണ്. കഴിഞ്ഞ 6 വർഷത്തിലധികമായി ഞാൻ യൂട്യൂബിൽ നിന്നും സ്ഥിരമായി കഴിയുമെങ്കിൽ എല്ലാ ദിവസവും വചനം കേൾക്കും. ഫാദർ ഡാനിയൽ അച്ഛൻ്റെയും മാത്യു അച്ഛൻ്റെ അതുപോലെ തന്നെ മറ്റച്ഛന്മാരുടെയും സിസ്റ്റർമാരുടെയും ഒക്കെ വചനം കേൾക്കാനായിട്ട് ദൈവം എനിക്ക് കൃപ തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വചനം കേൾക്കുന്ന അവസരത്തിൽ ഒരു ദിവസം നമ്മുടെ പനക്കലച്ഛൻ നമ്മുടെ വീടുകളിലുണ്ടാകുന്ന പീഡകൾ, പൈശാചിക പീഡകൾ, അതുപോലെ തന്നെ മറ്റ് ജീവികളുടെ ശല്യങ്ങൾ, നമ്മളെ ഉപദ്രവിക്കുന്ന എന്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലൂക്ക 10:19 വചനം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ ഒരു വലിയ മാവ് നിന്നിരുന്നു. ആ മാവിൽ ഒരു ദിവസം അതിഭയങ്കരമായിട്ട് ഒരു തേനീച്ച കൂട്ടം തന്നെ വന്ന് ഒരുമിച്ചിരുന്നു. തേനീച്ചകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, അത് കുത്തിയാൽ ഭയങ്കര വിഷമാണ്. അപ്പോൾ ഇത് വളരെ പൊക്കത്തിലുമാണ് ഇതിങ്ങനെ കൂട് കെട്ടിയിരിക്കുന്നത്. നമ്മുടെ ബുദ്ധിക്ക് അതീതമായി നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിച്ച് ഞങ്ങൾ ആദ്യമേ തീ കത്തിക്കണം, അല്ലെങ്കിൽ ഫയർഫോഴ്സിനെ വിളിക്കണം, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. പക്ഷേ ഫയർഫോഴ്സിലൊക്കെ വിളിച്ചാൽ നമുക്കതിന് പണച്ചെലവുണ്ടാവും. ആ അവസരത്തിൽ ദൈവം എൻ്റെ മനസ്സിലേക്ക് എനിക്ക് തോന്നി, ഈ വചനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ വചനം ഞാൻ ആവർത്തിച്ച് ചൊല്ലി. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്ന വചനം. ആ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ 2-3 ദിവസത്തിനകം തന്നെ ഒരു ദിവസം ഇതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയും അത്ഭുതകരമായ വിധത്തിൽ ഒരു വലിയ ശബ്ദം കേട്ട് ഞാൻ പതിയെ ജനലിലൂടെ നോക്കിയപ്പോഴേക്കും ഈ തേനീച്ചക്കൂട്ടങ്ങൾ നിരനിരയായിട്ട് ഞങ്ങളുടെ ആ പറമ്പിൽ നിന്ന് തന്നെയും ദൂരേക്ക് കൂട്ടമായിട്ട് പറന്നു പോകുന്ന നല്ല ശബ്ദം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം ചൊല്ലി യേശുനാമത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് യേശുവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം അന്ന് മുതൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായി. അന്ന് മുതൽ ഞാൻ ഓരോ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ തന്നെയും എപ്പോഴും ഏതെങ്കിലും ഒരു വചനം ആവർത്തിച്ച് പറയാനായിട്ട് തുടങ്ങി. അപ്പം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ വചനത്തിന് കഴിയും, ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. അതുകൊണ്ട് വചനം ചൊല്ലി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളുണ്ടാകും. പരിശുദ്ധ അമ്മയോടും പരിശുദ്ധാത്മാവിനോടും പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവെ വചനം പഠിക്കുവാൻ അല്ലെങ്കിൽ വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വചനം ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. ഈ വചനം കേട്ട എല്ലാവരെയും യേശുനാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുനാമത്തിൽ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ആമേൻ.